ഈ ബിഗ് ബോസിൽ ഇപ്പൊ ഈ തവണ പ്രണയം ഉണ്ടല്ലോ, ജാസ്മിൻ ഗബ്രിയൽ ഇതിനെ കുറിച്ചിട്ട് ഭയങ്കര ചർച്ച ഹൈജീനെ ഞാൻ രണ്ടാഴ്ച അവിടെ നിന്ന് പുറത്തായിരിക്കുന്നു ഗൈസ്. പൂജ ഇതിനകത്ത് ബിഗ് ബോസിലേക്ക് എൻട്രി ആവുന്ന സമയത്ത് ആൾക്കാർ ചെയ്ത എൻട്രി കഴിഞ്ഞ ശേഷം ഫൈനൽ 5 ഉണ്ടാവും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. റേഷൻ നിലയിൽ ഞങ്ങളും എല്ലാവരും പ്രതീക്ഷിച്ചാണ്. എങ്ങനെയുണ്ട് ഈ പെട്ടെന്നൊരു പുറത്താവല്ലേ? അത് പ്രെഡിക്ട് ചെയ്യാൻ നമ്മൾ വിചാരിച്ചില്ലല്ലോ. ഓൾറെഡി ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ഇതില് പെട്ടെന്ന് ആ ടാസ്ക് എടുത്ത് ചെയ്തതിന്റെ ഹെക്ടിക് പരിപാടി കൈകൊണ്ട് പെട്ടെന്ന് എന്റെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ പിന്നെ നമുക്ക് അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്റെ ഒരു വിശ്വാസത്തിൽ രണ്ടാഴ്ച ഞാൻ നന്നായി ഗെയിം കളിച്ചു തന്നെയാണ് എനിക്ക് തോന്നാണ്ട്. കുറെ പേര് ചോദിച്ചു എങ്ങനെയുണ്ട്, ഹെൽത്ത് എങ്ങനെയുണ്ട്, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്, സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. പിന്നെ വീണ്ടും നിങ്ങളെ പോലെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞ് വരാൻ പോണത്. എനിക്ക് ഡിസ്കിന് കംപ്ലൈന്റ്, അപ്പൊ ഡിസ്ക് ബൾജ് ചെയ്ത് നെർവില് വന്നിട്ട് ഹിറ്റ് ചെയ്യുന്ന പ്രശ്നമായി. അപ്പൊ എനിക്ക് കുറെ നേരം നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറെ സീനുകൾ. ഇപ്പോഴും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അടിപൊളിയായിരുന്നു. ഞാൻ എൻജോയ് ചെയ്യായിരുന്നു മൊത്തത്തില്. പിന്നെ സിബിൻ ഉണ്ടായിരുന്നു, നമ്മളെല്ലാരും കൂടെ ഒരു ഫുൾ ഫണ്ണായിരുന്നു ഭയങ്കര. ഇല്ല, ഞാനത് ഈ ഇടയിലാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു 5 days ആയിട്ട്. അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അറിയില്ല, നമ്മള് ഉള്ള സമയത്തല്ലോ ഞാൻ അവിടുന്ന് അപ്ലിക്ക് ഇറങ്ങിയില്ലേ. പിന്നെ ആൾക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പൊ നേരിട്ട് ഇനിയിപ്പോ വരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമുക്ക് സംസാരിക്കാം. പൂജ ബിഗ് ബോസിലേക്ക് എത്തിയ സമയത്ത് എല്ലാവരും കളികൾ എല്ലാം പറഞ്ഞ് അല്ലെങ്കിൽ കളികൾ മാറി എന്ന് ആൾക്കാരെ വെച്ചാൽ ടോപ്പിലേക്ക് പോയി, ടോപ്പ് ഗിയറിലേക്ക് നമ്മുടെ ബിഗ് ബോസ് മാറി എന്ന് നിങ്ങളുടെ വയൽക്കാടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾ പോയതിനു ശേഷം അവിടെ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. ബാക്കി എന്തായാലും മാറ്റം. അതായത് അവരും നല്ല പ്ലേയേഴ്സ്, അവർക്കും ഇപ്പൊ എന്തായാലും ഷോ ഡൗൺ ആയി പോകുന്നൊന്നുമില്ല. അവരും നന്നായി കയറി കളിച്ച് വരികയൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഗൈസ് പ്ലീസ് ജാസ്മിൻ ഗബ്രി ഗെയിം കണ്ടിട്ടാണല്ലോ. അതെ അതെ അതെ. അല്ല, എനിക്ക് മൊത്തം എന്റർടൈൻമെന്റ് പിടിക്കണം എന്നായിരുന്നു. കാരണം മൊത്തത്തിൽ അടി ഇടി ബഹളം അല്ലാതെ നമ്മളെല്ലാവരും ഒന്ന് ചിരിപ്പിച്ച് ഫണ്ണാക്കി എന്റർടൈൻ ആക്കി ഒരു ഫൺ ഗെയിം സ്പിരിറ്റോടെ കൊണ്ടുപോകണം എന്നായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ 2 ആഴ്ച. ചിലപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതെ, അതെല്ലാരും പറയുന്നുണ്ട്. മേ ബി ആയിരിക്കാം, ആവാതിരിക്കാൻ പറയാം. ഇത് നമുക്ക് സംഭവിക്കും നമ്മൾ വിചാരിച്ചില്ലല്ലോ. അതൊന്നും എനിക്കൊന്നും പറയാം. ഭയങ്കര ചർച്ചാ വിഷയമാണ്. അപ്പൊ പൂജ അവിടെ ഉണ്ടായിരുന്നതാണ്. ഇതിലെന്തെങ്കിലും ഉള്ളത് റിയൽ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത് ഓരോരുത്തരിപ്പോ അവിടെ വരുന്നു, ഓരോരുത്തർക്ക് പല ഇഷ്ടങ്ങൾ തോന്നും, പല റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യും. അത് എന്താണ് ഏതാണെന്ന് അവർക്കല്ല അറിയുള്ളൂ. നമുക്കത് വിലയിരുത്താൻ നമ്മളാരുമല്ല. അപ്പൊ താങ്ക് യു സോ മച്ച്. നിങ്ങൾ കാണുന്നതെല്ലാമാണ് നമ്മൾ അവിടെ ഇരുന്ന് കാണുന്നത്. അത്ര ഒന്നുമില്ല. അപ്പൊ ഞാൻ പിന്നെ സംസാരിക്കാൻ സത്യമായിട്ട് എനിക്ക് കാല് പറ്റുള്ള. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു. ശരി, കാണാമോ ഒന്ന്?